നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് ക്ഷാമം സംബന്ധിച്ച് പഠനം നടത്താൻ സർക്കാർ നിയോഗിച്ച 2-അംഗ സമിതി വേങ്ങര ഉപജില്ലയിലെ വിവിധ സർക്കാർ വിദ്യാലയങ്ങൾ സന്ദർശിച്ചു. മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ PM അനിൽ, ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ R സുരേഷ് കുമാർ എന്നിവർ അംഗങ്ങളായ സമിതിയാണ് സന്ദർശനം നടത്തിയത്. വേങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ടൗണിലെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വലിയോറ കുറുക ഗവൺമെന്റ് ഹൈസ്കൂൾ, കൊളപ്പുറം ഹൈസ്കൂൾ എന്നിവിടങ്ങളാണ് സംഘം സന്ദർശിച്ചത്. ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ P കൃഷ്ണദാസും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ജില്ലയിലെ മറ്റു താലൂക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കുറവ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ തിരൂരങ്ങാടിയിലാണെന്നും അതേസമയം ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു നിൽക്കുന്നതും ഈ താലൂക്കിലാണെന്നും RDD പറഞ്ഞു. ഞങ്ങൾ തിരൂരങ്ങാടി താലൂക്കിലുള്ള സൗകര്യങ്ങൾ വിലയിരുത്താനുള്ള ഒരു ഭാഗമായിട്ടുള്ള സ്കൂളുകൾ വിസിറ്റാണ്. നമുക്ക് തിരൂരങ്ങാടി താലൂക്കിലാണ് കൂടുതൽ സ്കൂളുകൾ കുറവുള്ളത്. ഗവൺമെൻറ് വിദ്യാലയങ്ങളെയാണ് നമ്മൾ സന്ദർശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ ഏറ്റവും കുറവ് ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ തിരൂരങ്ങാടി താലൂക്കിലാണ്. പക്ഷേ ധാരാളം കുട്ടികൾ പുറത്ത് നിൽക്കുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടിയും എങ്ങനെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ ഏരിയയിലുള്ള ഗവൺമെൻറ് ഹൈസ്കൂളുകളുണ്ടല്ലോ, ഹയർ സെക്കൻഡറി ഇല്ലാത്ത അവിടെ കൂടി നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പൂർണ്ണമായിട്ടും സ്കൂൾ വിസിറ്റ് തന്നെ ആയിരിക്കും. സാറും ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിശകലനം നടത്തി ഒരു തീരുമാനത്തിലെത്തും. നമ്മൾ മാക്സിമം ഇവിടെയുള്ള 4 ഹയർ സെക്കൻഡറി ഇല്ലാത്ത 4 സ്കൂളുണ്ട്. പിന്നെ നമ്മൾ തിരൂരങ്ങാടി ഈ താലൂക്കിലുള്ള സ്കൂളുകൾ എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളുകൾ. ന്യൂസ് ബ്യൂറോ, വേങ്ങര.